മലയാള സിനിമയിൽ മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുന്നുവെന്ന വാർത്തകൾ ഇരുകൈകളും നീട്ടിയാണ് ആരാധകർ സ്വീകരിച്ചത്. ജൂഡ് ആന്റണിയുടെ തുടക്കമെന്ന ചിത്രത്തിലൂടെയാണ് വിസ്മയയുടെ ചലച്ചിത്ര മേഖലയിലേക്കുള്ള പ്രവേശനം. തികച്ചും അപ്രതീക്ഷിതമായാണ് വിസ്മയ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നത്. താരരാജാവിന്റെ മകളുടെ അരങ്ങേറ്റം ആഘോഷമാക്കുകയാണ് ഇപ്പോൾ ആരാധകർ. തുടരും എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിലൂടെ ഗംഭീര തിരിച്ചുവരവ് നടത്തി മോഹൻലാൽ നിൽക്കുമ്പോഴാണ് വിസ്മയയുടെ സിനിമയിലേക്കുള്ള തുടക്കം. കഴിഞ്ഞ ദിവസമാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനവും ഒപ്പം വിസ്മയയുടെ സിനിമാ പ്രവേശനവും പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ഇതിനു പിന്നാലെ ചിത്രത്തിന്റെ ആദ്യ പോസ്റ്ററാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത്. നീലാകാശത്തിന് കീഴിൽ ഒരു കുന്നിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു വീടാണ് പോസ്റ്ററിന്റെ പശ്ചാത്തലത്തിൽ കാണുന്നത്. ആശീർവാദ് സിനിമാസിന്റെ പേരിനു താഴെ ആന്റണി പെരുമ്പാവൂർ സെലിബ്രേറ്റ്സ് വിസ്മയ മോഹൻലാൽസ് തുടക്കം എന്നാണ് എഴുതിയിരിക്കുന്നത്. പോസ്റ്ററിൽ വിസ്മയ മോഹൻലാൽസ് എന്ന് എഴുതിയിരിക്കുന്നത് സാക്ഷാൽ മോഹൻലാലിന്റെ കൈയക്ഷരത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ. പല ഓപ്ഷനുകളിൽ നിന്ന് മോഹൻലാൽ മകളുടെ പേര് മനോഹരമായി എഴുതിയിരിക്കുന്നതാണ് ജൂഡ് ആന്റണി തിരഞ്ഞെടുത്തതെന്നാണ് വാർത്തകൾ. അതോടൊപ്പം തന്നെ ചിത്രം ഏത് ജോണറിലാണ് പുറത്തിറങ്ങുന്നത് എന്ന ചോദ്യങ്ങൾ ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട്. ഒരു ഇടിപ്പടമായിരിക്കുമെന്നാണ് പോസ്റ്റർ നൽകുന്ന സൂചനകൾ. തുടക്കം എന്ന വാക്കിൽ കരാട്ടെ പോസിലുള്ള കൈയും മുഷ്ടി ചുരുട്ടി പിടിച്ചുള്ള ഒരു കൈയും കാണാൻ സാധിക്കും. ഇതോടെയാണ് തുടക്കം ഒരു ആക്ഷൻ മൂവി ആയിരിക്കുമെന്ന നിഗമനത്തിൽ പ്രേക്ഷകർ എത്തി നിൽക്കുന്നത്. മിക്സഡ് മാർഷൽ ആർട്സ്, കിക്ക് ബോക്സിംഗ്, ട്രഡീഷണൽ കരാട്ടെ പോലുള്ള ഫോമുകളിൽ പരിശീലനം എടുത്തിട്ടുള്ള ആളാണ് വിസ്മയ എന്നതും ഈ നിഗമനങ്ങൾക്ക് ആക്കം കൂട്ടുന്നുണ്ട്. അതേസമയം 2018 എന്ന സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ജൂഡ് ആന്റണി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് തുടക്കം. ജൂഡ് തന്നെയാണ് സിനിമയുടെ കഥയും തിരക്കഥയും നിർവഹിക്കുന്നത്. ആശീർവാദ് സിനിമാസിന്റെ 37ാം സിനിമയായാണ് തുടക്കം എത്തുന്നത്. ചിത്രവുമായി ബന്ധപ്പെട്ട മറ്റ് അപ്ഡേറ്റുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.